ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കോടതിയിൽ മോഹന്റെ വിധി പറയുകയാണ് ജഡ്ജി. പ്രതിപട്ടികയിൽ ചേർത്തിരുന്ന മോഹന്റെ മക്കളായ രാധ, മഹേഷ് ഇവർക്കെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ ഇവരെ കുറ്റാരോപണങ്ങളിൽ നിന്നും വെറുതെ വിടുന്നു എന്ന ജഡ്ജിയുടെ വാക്കുകൾ കേൾക്കെ മഹേഷിനും രാധയ്ക്കും ആശ്വാസവും സന്തോഷവുമാകുന്നുണ്ട്. ജഡ്ജി വീണ്ടും തുടരുന്നു. ഈ കേസിൽ കോടതിയെ ഏറ്റവും സ്വാധീനിച്ച തെളിവുകൾ മോഹന്റെ സഹോദരി സുശീലയുടെ സാക്ഷിമൊഴിയാണ്. സ്വന്തം അച്ഛനെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന മൊഴി, മരിച്ച മോഹന്റെ അച്ഛന്റെ വിരലടയാളം, മരണശേഷം മുദ്രപത്രത്തിൽ പതിപ്പിച്ച ഫോറൻസിക് തെളിവ്, മോഹന്റെ രണ്ടാം ഭാര്യ മാലതിയുടെ എക്സിമേഷൻ റിപ്പോർട്ട്, അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നത്, വിഷ്ണുനാഥിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ബുള്ളറ്റ്, പ്രതിയുടെ ആയുധവുമായി മാച്ച് ചെയ്യുന്ന ബാലിസ്റ്റിക് റിപ്പോർട്ട്, സരസ്വതിയുടെയും കൃഷ്ണചന്ദ്രന്റെയും അപകടമല്ല, ഉദ്ദേശപൂർവമായ കൊലപാതകം എന്ന് ജഡ്ജി പറയുന്നത് കേൾക്കെ മോഹനും, സാർ, ഇത് സരസ്വതി ഞാനുമായി അടുപ്പമുള്ള കുറച്ചു പേരെ കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്ത നാടക കഥയാണ് എന്ന് ജഡ്ജിയോടായി പറയുമ്പോൾ അക്യൂസ്ഡ് നമ്പർ 1 മോഹൻ കോടതിയിൽ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറയുന്നുണ്ട്. മോഹൻ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കെ അക്യൂസ്ഡ് നമ്പർ 1 മോഹൻ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ ചെറുപ്രായത്തിൽ വധിച്ചു, രണ്ടാം ഭാര്യയെയും വധിച്ചു. നിങ്ങൾ എത്ര കുടുംബങ്ങളെയാണ് നിഷ്ഠൂരം തകർത്തു കളഞ്ഞത്? ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302 പ്രകാരം നിങ്ങളുടെ അച്ഛന്റെയും മാലതിയുടെയും കൊലപാതകത്തിന് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുന്നു. സരസ്വതി, കൃഷ്ണചന്ദ്രൻ, വിഷ്ണുനാഥ് എന്നിവർക്കെതിരെയുള്ള വധശ്രമത്തിന് 10 വർഷം കഠിന തടവ്, എല്ലാ ശിക്ഷകളും ഒന്നിച്ചനുഭവിക്കണം. ഈ വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. നിയമം ശിക്ഷിക്കുന്നതിനൊപ്പം മുന്നറിയിപ്പുമാണ്. ദിസ് കോർട്ട് ഈസ് അഡ്ജേൺഡ് എന്ന് ജഡ്ജി നിർത്തുമ്പോഴേക്കും മോഹന്റെ വിധി അറിഞ്ഞ് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ആശ്വാസത്തോടെ മഹേഷും രാധയും കോടതി വരാന്തയിൽ എത്തുമ്പോഴേക്കും ചിരിയോടെ നിൽക്കുന്ന മഹേഷിനോടായി ചിരിയോടെ രാധയും ചോദിക്കുന്നുണ്ട്, ഇപ്പൊ സമാധാനമായല്ലോ നിനക്ക്? ഇന്നലെ വരെ എന്തൊരു ടെൻഷനായിരുന്നു നിനക്ക്. ഒടുവില് നിന്റെ ടെൻഷൻ കണ്ട് എനിക്കും ടെൻഷനായെന്ന്. മഹേഷും സന്തോഷത്തോടെ അകത്തായ പിന്നെ ജീവിതം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ടീച്ചറമ്മയും വീണയും അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അമ്മയെ കണ്ടവർ രണ്ടുപേരും സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്, അമ്മേ, ഇപ്പൊ സന്തോഷമായമ്മേ എന്ന് പറയുമ്പോൾ അമ്മയും സ്ട്രിക്റ്റോടെ, ഇനിയിപ്പോ സമാധാനമായി നന്നായി ജീവിച്ചു കാണിക്ക്. അത് സമ്മതിച്ച് അമ്മയുടെ യാത്ര പറഞ്ഞ് രാധയും മഹേഷും സന്തോഷത്തോടെ അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. നോക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മാലതിയുടെ സിസ്റ്റർ സുമതിയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. സുമതി ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞതാ, ഇനി വേറെ കാര്യമില്ലല്ലോ, വിധി ടീച്ചറോട് വിളിച്ചു ചോദിച്ചാൽ മതിയെന്ന്. ഇന്നുകൂടി മെനക്കെടണമെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. വിധി പറയുമ്പോൾ അവന്റെ മുഖഭാവം എനിക്ക് കാണണമായിരുന്നു. വൈകിപ്പോയി. എങ്കിലും മാലതിയുടെ ആത്മാവ് ഈ വിഷമം കൊണ്ട് അലയില്ല. അവൾക്ക് മോക്ഷം കിട്ടുമെന്ന് സുമതി പറയുമ്പോൾ വൈകിട്ടത്തെ ട്രെയിനിനാ ബുക്ക് ചെയ്തത്. എന്നാൽ ഞങ്ങൾ പുറപ്പെടട്ടെ എന്ന് സുമതിയുടെ ഭർത്താവും പറയുന്നുണ്ട്. അവരെ യാത്രയാക്കി ടീച്ചറമ്മയും കൂട്ടരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് വീണ ആ കാഴ്ച കാണുന്നത്. അപ്പുറത്ത് മാറി നിന്ന് കുശലം പറയുന്ന സുജിയെയും റെജിയെയും അവൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ടീച്ചറമ്മയും അവരെ സംശയത്തോടെ നോക്കിക്കൊണ്ട്, ഇവരിതുവരെ കേസിന്റെ കാര്യം പറഞ്ഞു തീർന്നില്ലെന്ന് ചിരിയോടെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഡിവോഴ്സ് കിട്ടിയാലും തുടങ്ങുന്ന പുതിയ കേസാണെന്നാ തോന്നുന്നതെന്ന് വീണയും. ടീച്ചറമ്മ അത് കേൾക്കെ, എടാ റെജി, ഇങ്ങു വന്നേന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. റെജിയും സുജിയും കൂടി അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ, ഏത് കേസിന്റെ കാര്യമാ മോളെ ഇവൻ ഈ പറയുന്നേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ, ഈ കേസിന്റെ കാര്യം. ഈ കേസിൽ സുജിയുടെ റിപ്പോർട്ട് നിർണായകമായിരുന്നു രാജശേഖരൻ സാറിൽ നിന്ന് റെജി ചാടിക്കയറി പറയുന്നുണ്ട്. സുജിയും ചിരിയോടെ, എന്റെ പൊന്നു ചേട്ടാ, ചുമ്മാ തള്ളി അങ്ങ് മാനം കെടുത്തല്ലെന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് എന്റെ കേസിന്റെ കാര്യമായിരിക്കുമെന്നാ എന്ന് വീണയും പറയുന്നുണ്ട്. അത് കൂളിംഗ് ഓഫ് പീരീഡ് അല്ലേ എന്ന് റെജി ചോദിക്കുമ്പോൾ, മോളെ, രാജശേഖരൻ വക്കീലിനോട് താങ്ക്സ് പറഞ്ഞേക്കണേ, ഞാൻ ഓഫീസിലേക്ക് വരാമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. സുജി അത് സമ്മതിച്ച് അകത്തോട്ട് കയറി പോകുമ്പോഴാണ് മോഹന്റെ സഹോദരി സുശീല അങ്ങോട്ടെത്തുന്നത്. വീണ അവരെ കണ്ട് സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്ന് അപ്പാന്ന് വിളിച്ച് കൈ ചേർത്ത് പിടിക്കുമ്പോൾ സുശീലയും സരസ്വതിയോടായി പറയുന്നുണ്ട്, 25 കൊല്ലമായി ഏട്ടത്തി ഞാനൊന്ന് സമാധാനമായി ഉറങ്ങിയിട്ട്. ഉറങ്ങുമ്പോഴെല്ലാം ശ്വാസം മുട്ടിപ്പിടയുന്ന അച്ഛന്റെ ഓർമ്മയാ വരുന്നത്. അന്ന് കോടതിയിൽ പറഞ്ഞതിനു ശേഷം ഉറക്കമുണ്ട്, സമാധാനവും ഉണ്ടെന്ന്. ഇനി ജീവിതം മാറും, ഞാൻ അന്നേ പറഞ്ഞില്ലേ സുശീലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴാണ് കൃഷ്ണചന്ദ്രൻ സാറും അങ്ങോട്ടെത്തുന്നത്. സാറും ചിരിയോടെ, അയാൾക്ക് ഇത് മാത്രം മതിയോ ശിക്ഷ എന്നുള്ളതാണ്, എങ്കിലും ശിക്ഷിക്കപ്പെട്ടല്ലോ എന്ന് സമാധാനിക്കാം. പുറത്ത് ഭീഷണിപ്പെടുത്താൻ ഇയാളില്ല എന്നത് സരസ്വതിക്ക് വലിയൊരു റിലീഫായിരിക്കും എന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുമ്പോൾ, അത് സത്യമാ സാറേ എന്ന് ടീച്ചറമ്മയും ആശ്വാസത്തോടെ പറയുന്നുണ്ട്. ആ സമയത്താണ് മോഹനെയും കൊണ്ട് 2 പോലീസുകാർ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. മോഹനും ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കണ കണ്ട്, സാർ എൻ്റെ അടുത്ത് നിൽക്കുന്നതിൻ്റെ കലി അയാൾക്ക്,
അയാളെ നോക്കിയൊന്ന് ചിരിച്ചാലോ സാർ എന്ന് ശബ്ദം താഴ്ത്തി ടീച്ചറമ്മ സാറിനോടായി പറയുമ്പോൾ അത് വേണമെന്ന് സാറും. അത് വേണം, നമ്മൾ ജയിച്ചതിൻ്റെ സന്തോഷം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അപ്പുറത്തെ സൈഡിലായിരുന്ന വീണയും അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചിരിക്കാൻ ഞാനുമുണ്ടമ്മേ, അങ്ങേരുടെ കൂരി പൊട്ടട്ടെ എന്നും പറഞ്ഞ് വീണയും കൂടി ചേർന്ന് ചിരിക്കുമ്പോഴേക്കും മോഹനം ദേഷ്യത്തോടെ അവരെ നോക്കി നിൽപ്പുണ്ട്. മതി മതി നടക്കെന്ന് പറഞ്ഞ് പോലീസുകാർ മോഹനെയും കൊണ്ട് പോകുമ്പോഴേക്കും ടീച്ചറമ്മയും ദേഷ്യത്തോടെ മോഹൻ പോകുന്നത് നോക്കി നിൽപ്പുണ്ട്. അവിടെ രേണുവിന്റെ വീട്ടിൽ ഭാർഗവനും കൂട്ടരും TV-യിൽ ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ഒടുവിൽ കേരളം കാത്തിരുന്ന ആ വിധി എത്തിയിരിക്കുന്നു. മുൻ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന മോഹനെ കോടതി ജീവപര്യന്തവും 10 വർഷത്തെ കഠിന തടവിനും ശിക്ഷിച്ചു. വധശ്രമ കേസിന്റെ വിചാരണയിലാണ് ഇയാൾക്കെതിരെയുള്ള 2 കേസിന്റെ ചുരുളഴിഞ്ഞത് എന്ന ആ വാർത്ത വിഷ്ണുവിന്റെ വീട്ടിലും കല്ലുവും കാവ്യയും അച്ചമ്മയും കൂടി കണ്ടോണ്ട് നിൽക്കുക. ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മോഹന്റെ 2ാം ഭാര്യ മാലതിയുടേതും കൊലപാതകമായിരുന്നുവെന്ന് DYSP ഫിലിപ്പ് അലക്സാണ്ടർ സാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ മരണം മുമ്പ് ആത്മഹത്യയാണെന്ന് വിധി എഴുതിയിരുന്നതാണ്. നിഷ്ഠൂരനായ കൊലപാതകി മോഹൻ തന്റെ അച്ഛനെയും 25 വർഷങ്ങൾക്ക് മുമ്പ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. വധശ്രമ കേസിന്റെ വിചാരണ വേളയിൽ ചുരുളഴിഞ്ഞ ഈ കേസുകളിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കുറ്റാരോപിതരായ മോഹന്റെ മക്കളായ മഹേഷ്, രാധ എന്നിവരെ കോടതി വെറുതെ വിട്ടു എന്ന വാർത്തകൾക്ക് കല്ലുവിനും കാവ്യയ്ക്കും അച്ചമ്മയ്ക്കുമെല്ലാം സന്തോഷമാവുന്നുണ്ട്. അവിടെ രേണുവും സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും ഋതുക്കുട്ടനും എഴുന്നേറ്റ് നിന്ന് ആവേശത്തോടെ കൈയടിക്കുന്നുണ്ട്. അവൻ ആവേശത്തോടെ തുള്ളിച്ചാടുന്നത് കണ്ട് എന്താടാ ഋതു ഇത്രയ്ക്ക് തുള്ളിച്ചാടാനെന്ന് ഭാർഗവൻ ചോദിക്കുന്നുണ്ട്. അപ്പൂപ്പൻ അച്ഛനെ വെറുതെ വിട്ടത് കണ്ടില്ലേ എന്ന് ഋതു സന്തോഷത്തോടെ ചോദിക്കുമ്പോ ഓ അതിലെന്ത് കാര്യം, എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് ഭാർഗവനും. അങ്ങനെയല്ലല്ലോ അപ്പൂപ്പൻ നേരത്തെ പറഞ്ഞേ. അച്ഛൻ്റെ അടുത്ത് കൂടുതൽ സന്തോഷിക്കണ്ട, വിധി ചിലപ്പോ തിരിയുന്നൊക്കെ പറഞ്ഞില്ലേ. അമ്മൂമ്മയും കളിയാക്കി, അതുകൊണ്ട് എനിക്കിപ്പോ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞവൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അവൻ രേണുവിന്റെ അടുത്തേക്ക് ചെന്ന് അമ്മ ആ ഫോണിങ്ങുതാ എന്ന് ചോദിക്കുമ്പോ എന്തിനാണെന്ന് രേണുവോ അച്ഛനെ വിളിച്ചൊരു കൺഗ്രസ് പറയാനാ എന്നവൻ പറയുമ്പോൾ ഈ കേസ് കാരണേ ലോകം മുഴുവൻ നാറിയിട്ട് ഇനി കൺഗ്രസ് കൂടി കൊടുത്താൽ മതി. രേണു ദേഷ്യത്തോടെ പറയുമ്പോൾ ഇത് അച്ഛന്റെ വലിയ സക്സസ് തന്നെയാ, ഞാനും അച്ഛനും ഇത് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യും എന്നവൻ ആവശ്യത്തോടെ പറയുമ്പോൾ എന്ത് വേണേലും ചെയ്യേ, ദേ എന്നെ വെറുതെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ് മൊബൈൽ കൊടുക്കുമ്പോഴേക്കും ശല്യപ്പെടുത്തില്ല പോരെ എന്ന് ചോദിച്ച് ഋതു അവിടുന്ന് മൊബൈലുമായി പോകുന്നുണ്ട്. ന്യൂസിൽ വീണ്ടും പറയുന്നുണ്ട്, വിധി പ്രസ്താവത്തിനു ശേഷം കോടതി വളപ്പിൽ വെച്ച് തന്നെ പ്രതി പോലീസ് സാന്നിധ്യത്തിൽ തന്നെ കേസിലെ എതിർ കക്ഷികളെ ഭീഷണിപ്പെടുത്തിയത് അയാൾക്കെതിരെ ഒന്നിനും കൂസാത്ത ക്രിമിനലിനെ തുറന്നു കാട്ടുന്നതായിരുന്നു എന്നൊക്കെയുള്ള ആ വാർത്ത കണ്ടു നിൽക്കുകയായിരുന്ന കല്ലു അച്ചമ്മയോടും പറയുന്നുണ്ട്. അമ്മയ്ക്കും മാമനും പ്രശ്നമില്ല, അതുകൊണ്ട് സമാധാനമായി ഇന്ന്. വിഷ്ണുവും രാധയും കാറിൽ അങ്ങോട്ടെത്തി. ഡോർ തുറന്നിറങ്ങുമ്പോഴേക്കും അവർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞവർ 3 പേരും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കാവ്യ അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് വാർത്തയിൽ അമ്മയുടെ അച്ഛൻ ക്രിമിനലിന് പണിഷ്മെന്റ് കിട്ടിയെന്നറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒരു പണിഷ്മെന്റും അയാളെ ബാധിച്ചിട്ടില്ലെന്ന് വിഷ്ണുവും. കുറച്ചു ദിവസം കിടക്കുമ്പോൾ ബാധിച്ചോളും, ഇതൊക്കെ മനഃപൂർവ്വം ആളെ കാണിക്കാനല്ലേ എന്ന് രാധയും ദേഷ്യത്തോടെ പറയുമ്പോൾ അത് ശരിയാ, കാലുവേദനയുണ്ടോ വിഷ്ണു എന്ന് വിഷ്ണുവിന്റെ അമ്മ അവനോടായി ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ലെന്ന് പറഞ്ഞ വിഷ്ണു എല്ലാവരെയും വിളിച്ചോണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ മാധവത്തിൽ ഡൈനിങ് ടേബിളിൽ ഫുഡെല്ലാം ഒരുക്കി വെക്കുന്ന തിരക്കിലാണ് ടീച്ചറമ്മയും വീണയും വല്യമ്മയും റജിയുമെല്ലാം. അപ്പോഴാണ് ഋതുവിനെയും കൂട്ടി മഹേഷ് അങ്ങോട്ടെത്തുന്നത്. അവനെ കണ്ട് ടീച്ചറമ്മയും സന്തോഷത്തോടെ ഓടിച്ചെന്ന് ഋതു കുട്ടാന്നും വിളിച്ച് ചേർത്ത് പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് ചേച്ചിമാരെവിടെയടാ എന്ന് ചോദിക്കുമ്പോൾ അവര് തിരിച്ചിട്ടുണ്ടെന്ന് ഋതുവും. രേണുവിനെ കൂടി വിളിച്ചോണ്ട് വരഞ്ഞതെന്താ മഹേഷേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ഇപ്പോഴും നയത്തിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല വല്യമാമേ, ഋതുവിനെ വിട്ടത് തന്നെ ഇവൻ കൂടി ബഹളം വെച്ചിട്ടാ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും പുറത്ത് കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നുണ്ട്. അവര് വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കൂട്ടരും സ്വീകരണ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും അമ്മാമ്മയെന്ന് വിളിച്ച് കാവ്യയും കല്ലുവും ഓടി വന്ന് ടീച്ചറമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മാമ്മയും സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഉമ്മ കൊടുത്ത് എവിടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും വിഷ്ണുവും രാധയും അങ്ങോട്ടെത്തുന്നുണ്ട്. മഹേഷ് അപ്പോഴേക്കും വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് അളിയ കാലിപ്പോ എങ്ങനെയുണ്ട് അളിയ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെയാണ്, മുറിവ് ഡെപ്തുള്ളതുകൊണ്ട് കുറച്ച് വേദനയുണ്ട് എന്ന് പറയുമ്പോഴേക്കും അളിയം വാ എന്ന് പറഞ്ഞ മഹേഷ് വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അമ്മമ്മ അപ്പോഴേക്കും കാവ്യയോടായി ചോദിക്കുന്നുണ്ട്, അതേ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ എന്ന്. അമ്മമ്മയ്ക്ക് പഠിക്കണ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, കഴിക്കണ കാര്യത്തെക്കുറിച്ച് വേണ്ടേ ചോദിക്കാൻ എന്ന് കാവ്യ ചോദിക്കുന്നത് കേട്ട് ചിരിയോടെ എങ്ങനെ പോകുന്നു ശാപ്പാടൊക്കെ എന്ന് ടീച്ചറമ്മയും. എന്തായിരുന്നു ഇത്രയും നാളും എന്ന് കാവ്യ പറയുന്നത് കേട്ട് അമ്മ കേൾക്കുമെന്ന് പറഞ്ഞ് വീണ അവളെ തടയുന്നുണ്ട്. പക്ഷേ ഇപ്പൊ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റി, നല്ല ടേസ്റ്റ് ഫുഡ് ഉണ്ടാക്കി തരും എന്ന് കാവ്യ പറയുന്നത് കേട്ട് അത് കൊള്ളാലോ എന്ന് അമ്മമ്മയും പറയുന്നുണ്ട്. ഞങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അമ്മയും ഒപ്പം ഇരിക്കുന്നുണ്ട് എന്ന് കല്ലുകൂടി പറയുമ്പോൾ അതൊരു നല്ല മാറ്റമാണല്ലോടി എന്ന് പറഞ്ഞ് കല്ലുവിനെ ചേർത്ത്
പിടിച്ചോണ്ട് കുഞ്ഞി ഇവർക്ക് വെള്ളം എന്തെങ്കിലും കൊടുക്കെന്ന് പറയുന്നുണ്ട് വീണയോട്. വീണ അവരെയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോകുമ്പോഴേക്കും കൂടെ പോവാനൊരുങ്ങിയ ഋതുവിനെ ഡാ നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് ടീച്ചറമ്മ പിടിച്ചു വലിച്ചു നിർത്തുന്നുണ്ട്. അവനോടായി ഡാ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, അമ്മയ്ക്ക് വല്ല മാറ്റവുമുണ്ടോ എന്ന് ശബ്ദം താഴ്ത്തി ചോദിക്കുമ്പോ അമ്മയെ മാറാൻ സമ്മതിക്കാത്തതേ അപ്പൂപ്പനും അമ്മൂമ്മയുമാ. പ്രൊഡ്യൂസറുടെ മോളാന്നുള്ള തലക്കനം അമ്മയ്ക്ക് നന്നായിട്ടുണ്ട് എന്ന് ഋതു പറയുമ്പോ അപ്പു പിന്നെ എന്ത് ചെയ്യും കുട്ടാ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. അച്ഛന് പണി കിട്ടിയ പോലെ അമ്മയ്ക്കും പണി കിട്ടണം, ഇപ്പൊ അച്ഛൻ നീറ്റായത് കണ്ടില്ലേ എന്ന് ഋതുവിന്റെ ചോദ്യം കേട്ട് വലിയ മാമയും ടീച്ചർ അമ്മയും പൊട്ടിച്ചിരിച്ചോണ്ട് അവനെ അകത്തേക്ക് കൂട്ടി കൊണ്ട് പോകുന്നുണ്ട്. അവിടെ കൈവലിൽ ഇരിക്കായിരുന്ന രാധ അമ്മയെ കണ്ട് ടെൻഷനോടെ എഴുന്നേൽക്കുമ്പോഴേക്കും വിഷ്ണുവും മഹേഷും അങ്ങോട്ടെത്തുന്നുണ്ട്. ടീച്ചറമ്മ അവളോടായി പറയുന്നുണ്ട്, എത്രയോ നാളായി ഇതൊരു ആദ്യ കയറിയ വീടാണ്. നിറവോടെ സന്തോഷത്തോടെ നിന്ന വീടൊഴിഞ്ഞ് ഞാനും കുഞ്ഞിയും മാത്രമായി. അത് എന്റെ തീരുമാനം കൂടി ആയിരുന്നു. എനിക്കൊപ്പം നിൽക്കാത്തവരെ പടിയിറക്കുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം. തെറ്റിന്റെ കൂടെ കൂടിയവർ പിന്നെ ഈ കൂരയ്ക്ക് കീഴിൽ വേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു എന്ന് ടീച്ചറമ്മ പറഞ്ഞു നിർത്തുമ്പോ അത് നന്നായിട്ടേയുള്ളൂ. അന്ന് ഇവിടെ നിന്നിറങ്ങിയ മനസ്സോടെയല്ല ഇന്നിവർ തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന് വല്യമ്മയും പറയുന്നുണ്ട്. അമ്മയും അവരോടായി ആ മാറ്റം അല്ലെങ്കിൽ ബോധ്യമുണ്ടാവട്ടെ എന്ന് ഞാനും കരുതി. ഞാൻ ജീവിതത്തിൽ ഏറ്റവും തകർന്നു പോയൊരു നിമിഷമായിരുന്നു മോഹനെയും കുട്ടി. നിങ്ങൾ രണ്ടാളും ഈ പടി ചവിട്ടിയ ദിവസം. അല്ല, അന്ന് നിങ്ങൾ ഈ പടി ചവിട്ടിയില്ല, ഞാൻ ചവിട്ടിച്ചില്ല. എന്നാ പിന്നെ ഈ സരസ്വതി തീർന്നില്ലേ? ഇപ്പൊ മോഹൻ എന്താണെന്ന് വ്യക്തമായൊരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആ ബോധ്യം വന്ന നിങ്ങൾക്കൊപ്പം ഈ രാത്രി വീണ്ടും ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു. എല്ലാവരും വാ എന്ന് പറഞ്ഞവരെ ഫുഡ് കഴിക്കാനായി കൊണ്ടുപോകുന്നുണ്ട് ടീച്ചറമ്മ. എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും വല്യമ്മയും വീണയും റജിയും എല്ലാം അവർക്ക് സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുന്നുണ്ട്. കാവ്യയോടും കല്ലുവിനോടും ഋതുവിനോടുമായി കുഞ്ഞുമക്കൾക്ക് ഐസ്ക്രീം ഉണ്ട് കേട്ടോ എന്ന് ടീച്ചറമ്മ പറയുമ്പോ എടാ ഋതു കൂടുതൽ കഴിച്ച് വയറ് നിറയ്ക്കേണ്ടെന്ന് കാവ്യ ഋതുവിനോടായി പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റെന്ന് ഋതു പറയുമ്പോ വൻ പ്ലാനിങ് ആണല്ലോ ഋതു എന്ന് ഋതുവിനോടായി ചോദിച്ച് കല്ലു അമ്മമ്മയോടായി അമ്മയമ്മയുടെ ഫുഡ് കുറച്ചു നാള് മിസ്സായി പോയി, ഇപ്പൊ പഴയ എനർജി ചാർജ് ആയെന്ന് പറയുമ്പോ കഴിച്ചു എന്ന് സന്തോഷത്തോടെ അമ്മമ്മയും പറയുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്നത് നോക്കി ആശ്വാസത്തോടെ ടീച്ചറമ്മയും പറയുന്നുണ്ട്, ഞാൻ എന്റെ കുടുംബം പൂർണ്ണമായും തകർന്നു പോകുമെന്ന് തന്നെ കരുതിയിരുന്നു. നമുക്ക് ശരിക്കും പരിക്കുകൾ പറ്റി, അതൊക്കെ പാഠമായതേയുള്ളൂ. ആശ്വാസം, നമ്മൾ അങ്ങ് തകർന്നു പോയില്ലല്ലോ എന്ന് ഇമോഷണലായി പറയുമ്പോഴേക്കും ഞാൻ കൊടുത്ത കേസും ആർക്കും പ്രശ്നമായില്ല. അതിലിപ്പോ സമാധാനമുണ്ട് രാധയ്ക്കും മഹേഷിനും, അതുകൊണ്ട് നല്ല മാറ്റവുമുണ്ട് എന്ന് വല്യമ്മയും പറയുന്നുണ്ട്. സന്തോഷത്തോടെ എല്ലാവരും കഴിക്കുന്നത് നോക്കി ചിരിയോടെ നിൽക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവരും ഇനി മാധവത്തിൽ തന്നെ താമസിക്കണമെന്നും മാധവം ഒരു ലോഡ്ജല്ല എന്നുള്ള തോന്നൽ ഉള്ളിലുണ്ടാവണമെന്നും മാധവത്തിൽ കൂടുമ്പോൾ എല്ലാവരും ചേർന്ന് ഒരുക്കി കഴിക്കാനാവണമെന്ന് ടീച്ചറമ്മ അവരെ ഉപദേശിക്കുന്നതും കലിയടങ്ങാതെ സന്തോഷ് പോറ്റിയുടെ തലയടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.